കാഠ്മണ്ഡു നേപ്പാളിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് കാഠ്മണ്ഡു താഴ്വരയിൽ ഏകദേശം 1400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാഠ്മണ്ഡു താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഭാഗ്മതി നദിയുടെ കരയിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 50.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ നഗരത്തിന്. കാഠ്മണ്ഡുവും അതിന്റെ താഴ്വരയും ഇലപൊഴിയും മഴക്കാടുകളുടെ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1400 മീറ്റർ 4600 അടി ഉയരത്തിലാണ് ഈ നഗരം. കാഠ്മണ്ഡു നഗരം നേപ്പാളിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പൈതൃകത്തിന്റെ കേന്ദ്രമാണ്. നിരവധി കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. 1985 മുതൽ സാർക്ക് രാജ്യങ്ങളുടെ ആസ്ഥാനവും കാഠ്മണ്ഡുവാണ്. കാഠ്മണ്ഡു നഗരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. കാഠ്മണ്ഡു എന്ന പേര് കാഷ്ഠമണ്ഡപം എന്ന സ്ഥലപ്പേരിൽ നിന്നാണ് വന്നത്. ഭാഷയിൽ കാഷ്ഠ എന്നാൽ മരം എന്നും മണ്ഡപം എന്നാൽ പന്തൽ അല്ലെങ്കിൽ വിശ്രമകേന്ദ്രം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഈ പൊതുപന്തൽ 1596 കിങ് ലക്ഷ്മി നരസിംഗ് മല്ലയുടെ ഭരണകാലത്ത് ബിസെത് പുനർനിർമ്മിച്ചു. കാഠ്മണ്ഡുവിൽ നിരവധി ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും ഉണ്ട്. ബുദ്ധനാഥ് സ്തൂപം, സ്വയംഭൂനാഥ് സ്തൂപം, കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. ബുദ്ധനാഥ് സ്തൂപം ലോകത്തിലെ ഏറ്റവും വലിയ സ്തൂപങ്ങളിൽ ഒന്നാണ്. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളായ ദർബാർ ചത്വരം, പഠാൻ ദർബാർ ചത്വരം, പക്താപൂർ ദർബാർ ചത്വരം, ചങ്കുനാരായൺ, സ്വയംഭൂനാഥ് സ്തൂപം, ബൗദ്ധനാഥ് സ്തൂപം, പശുപതിനാഥ് ക്ഷേത്രം എന്നിവ കാഠ്മണ്ഡുവിലെ പ്രധാന ആകർഷണങ്ങളാണ്. കാഠ്മണ്ഡു താഴ്വരയ്ക്ക് 1979 യുനെസ്കോ ലോക പൈതൃക പദവി നൽകിയത്. കാഠ്മണ്ഡു നേപ്പാളിന്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. നിരവധി പുരാതന ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും നഗരത്തിലുണ്ട്. ഇത് നേപ്പാളിന്റെ ചരിത്രപരവും മതപരവുമായ പൈതൃകത്തിന്റെ പ്രതീകമാണ്. കാഠ്മണ്ഡുവിനെ കാന്തിപൂർ, കത്മാന്ദു, മഞ്ജുപാടൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നഗരം ക്ഷേത്രങ്ങളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. പുരാതനമായ വാസ്തുവിദ്യയ്ക്കും സമ്പന്നമായ സംസ്കാരത്തിനും പേരുകേട്ടതാണ് കാഠ്മണ്ഡു. നേപ്പാളിലെ 5 സസ്യവൈവിധ്യ മേഖലകളിൽ ഒന്നാണ് കാഠ്മണ്ഡു താഴ്വര. 1985 മുതൽ കാഠ്മണ്ഡു സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ രാജ്യങ്ങളുടെ ആസ്ഥാനമാണ്. കാഠ്മണ്ഡു നേപ്പാളിലേക്കുള്ള പ്രധാന കവാടമാണ്. ഇത് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. കാഠ്മണ്ഡു നഗരത്തിലെ കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യയിൽ പരമ്പരാഗതവും ആധുനികവുമായ ശൈലികൾ കാണാം. ന്യൂവാരി വാസ്തുവിദ്യ, കാഠ്മണ്ഡു, പക്തപൂർ, പത്താൻ എന്നീ സ്ഥലങ്ങളിലെ ദർബാർ സ്ക്വയറുകളിൽ ഈ ശൈലി പ്രകടമാണ്. ഇഷ്ടികയും തടിയും ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയും അതിമനോഹരമായ കൊത്തുപണികളും ഇതിന്റെ പ്രത്യേകതയാണ്. പഗോഡ ശൈലി, ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ ശൈലി കാണാം. പശുപതിനാഥ് ക്ഷേത്രം ഇതിന് ഉദാഹരണമാണ്. 2 നിലകളുള്ള മേൽക്കൂരയും സ്വർണം പൂശിയ ചെമ്പുകൊണ്ടുള്ള മേൽത്തരം ഇതിന്റെ പ്രത്യേകതയാണ്. ബുദ്ധക്ഷേത്രങ്ങൾ, ടിബറ്റൻ ശൈലിയിലുള്ള ബുദ്ധക്ഷേത്രങ്ങളും സ്തൂപങ്ങളും ഇവിടെയുണ്ട്. ആധുനിക വാസ്തുവിദ്യ 1934 ഭൂകമ്പത്തിന് ശേഷം ആധുനിക ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. രാജകീയ കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, സ്തൂപങ്ങൾ എന്നിവ നഗരത്തിൽ ഉടനീളം കാണാം. പഴയ കൊട്ടാരം, മല്ല രാജാക്കന്മാരുടെ പഴയ കൊട്ടാരം കാഠ്മണ്ഡു നഗരത്തിലെ പ്രധാന ആകർഷണമാണ്. ഇതിൽ താലേജു ക്ഷേത്രവും 1549 ഉൾപ്പെടുന്നു. ദർബാർ സ്ക്വയർ, ന്യൂവാരി വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ഇത്. ചെങ്കൽ പാകിയ തറയും നിരവധി ക്ഷേത്രങ്ങളും പ്രതിമകളും ഇവിടെയുണ്ട്. പശുപതിനാഥ് ക്ഷേത്രം പരമ്പരാഗത നേപ്പാളി ശൈലിയിലുള്ള പഗോഡ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചാങ്കുനാരായൺ ക്ഷേത്രം മനോഹരമായ മതപരമായ കൊത്തുപണികൾക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. ഈ വിവരങ്ങൾ കാഠ്മണ്ഡു നഗരത്തിലെ കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ നൽകുമെന്ന് കരുതുന്നു. കാഠ്മണ്ഡു നഗരം നേപ്പാളിന്റെ തലസ്ഥാനമെന്ന നിലയിൽ അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ടതാണ്.
ഹൈന്ദവരുടെയും ബുദ്ധമതവിശ്വാസികളുടെയും ആചാരങ്ങൾ ഇടകലർന്ന ഒരു സംസ്കാരമാണ് ഇവിടുത്തേത്. സാംസ്കാരിക പൈതൃകം. പഴയതും പുരോഗമിച്ചതുമായ പാരമ്പര്യങ്ങൾ കാഠ്മണ്ഡു താഴ്വരയിൽ കാണാം. ഇത് ഹിന്ദു ബുദ്ധമതങ്ങളുടെ സ്വാധീനം ഉൾക്കൊള്ളുന്നു. കാഠ്മണ്ഡു, പത്താൻ, ഭക്താപൂർ എന്നിവിടങ്ങളിലെ ദർബാർ സ്ക്വയറുകൾ, സ്വയംഭുനാഥ്, ബുദ്ധനാഥ് എന്നീ ബുദ്ധമത ആരാധനാലയങ്ങൾ, പശുപതിനാഥ്, ചാങ്കുനാരായൺ തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നിവ കാഠ്മണ്ഡു താഴ്വരയിലെ പ്രധാന സ്മാരകങ്ങളാണ്. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജഗന്നാഥ ക്ഷേത്രം, 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കൃഷ്ണക്ഷേത്രം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. തടി കൊത്തുപണി, കല്ലിൽ കൊത്തിയുണ്ടാക്കുന്ന ശില്പങ്ങൾ, മൺപാത്ര നിർമ്മാണം, തങ്കച്ചിത്രരചന തുടങ്ങിയ പരമ്പരാഗത കരകൗശല വിദ്യകൾ ഇവിടെ തലമുറകളായി കൈമാറി വരുന്നവയാണ്. നേപ്പാളിലെ ഭൂരിഭാഗം ആളുകളും ഹിന്ദുമത വിശ്വാസികളാണ്. ഇത് ഇവിടുത്തെ സാമൂഹിക ഘടനയിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ചില പ്രത്യേക വിഭാഗങ്ങൾക്കിടയിൽ ന്യൂവാർ ജനത ബുദ്ധമതവും നിലവിലുണ്ട്. ഇത് ഹൈന്ദവ മതത്തിന്റെ സ്വാധീനം ഉൾക്കൊള്ളുന്നു. പ്രധാന ഉത്സവങ്ങൾ. നേപ്പാളിലെ പ്രധാന ആഘോഷങ്ങളാണ് ദശൈനും തിഹാറും. ദശൈൻ ദുർഗാദേവി മഹിഷാസുരനെ പരാജയപ്പെടുത്തിയതിന്റെ പ്രതീകമായി ആഘോഷിക്കുന്നു. തിഹാർ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന വിളക്ക് വർണ്ണാഭമായ ആഘോഷമാണ്. കാഠ്മണ്ഡു നഗരത്തിലെ പ്രധാന ബിസിനസ് പ്രവർത്തനങ്ങൾ പ്രധാനമായും ടൂറിസം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, വ്യാപാരം എന്നിവയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കാഠ്മണ്ഡു നഗരം നേപ്പാളിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കാഠ്മണ്ഡു നഗരം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതുകൂടാതെ നഗരത്തിന് ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങൾ ഹൈക്കിങ്ങിനും ട്രെക്കിങ്ങിനും പേരുകേട്ടതാണ്. കാഠ്മണ്ഡു നഗരം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് പേരുകേട്ടതാണ്. പട്ടുതുണികൾ, തങ്ക പെയിന്റിങ്ങുകൾ, പാട്ടുപാത്രങ്ങൾ, കുക്കൂരി തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ഉത്പന്നങ്ങളാണ്. വ്യാപാരം. കാഠ്മണ്ഡു നഗരം വ്യാപാരത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമാണ്. നേപ്പാളിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഉത്പന്നങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നു. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. മറ്റ് ബിസിനസ്സുകൾ. ടൂറിസം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, വ്യാപാരം എന്നിവ കൂടാതെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഗതാഗത സേവനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി ബിസിനസ്സുകളും കാഠ്മണ്ഡു നഗരത്തിലുണ്ട്. ഈ ബിസിനസ് പ്രവർത്തനങ്ങളെല്ലാം കാഠ്മണ്ഡു നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നു. കാഠ്മണ്ഡുവിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭ്യമാണ്. പ്രാദേശിക വിഭവങ്ങളായ ദാൽ ഭാത്, മോമോസ്, ചൗമിൻ എന്നിവ വളരെ പ്രചാരമുള്ളവയാണ്. തദ്ദേശീയമായ ഭക്ഷണശാലകളിൽ ഇവ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദാൽ ഭാത് ഇത് നേപ്പാളിലെ പ്രധാന ഭക്ഷണമാണ്. ചോർ, പരിപ്പ് കറി, പച്ചക്കറി കറി, അച്ചാർ എന്നിവ ചേർന്നതാണ് ഇത്. മോമോസ് നേപ്പാളിലെ ഒരു ജനപ്രിയ ഭക്ഷണമാണ്. മോമോസ് ഇത് മാംസം അല്ലെങ്കിൽ പച്ചക്കറി നിറച്ചുള്ള ആവികേറ്റിയ പലഹാരമാണ്. ചൗമിൻ നൂഡിൽസ്, പച്ചക്കറികൾ, മാംസം അല്ലെങ്കിൽ മുട്ട എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വറുത്ത പലഹാരമാണ് ഇത്. തൊഴിൽശാലകളിൽ നിന്നുള്ള ഭക്ഷണം. നേപ്പാളിലെ ചെറുകിട കടകളിൽ നിന്നും കുറഞ്ഞ വിലയിൽ പ്രാദേശിക വിഭവങ്ങൾ കഴിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിൽ വിവിധതരം ഹോട്ടലുകളിൽ അന്താരാഷ്ട്ര വിഭവങ്ങളും ലഭ്യമാണ്. താമസ സൗകര്യങ്ങൾ. കാഠ്മണ്ഡുവിൽ വിവിധ തരത്തിലുള്ള താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. ബഡ്ജറ്റിന് അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിൽ പലതരം ഹോട്ടലുകൾ ഉണ്ട്. കുറഞ്ഞ വില മുതൽ ആഡംബര ഹോട്ടലുകൾ വരെ ലഭ്യമാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗസ്റ്റ് ഹൗസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നേപ്പാളി സംസ്കാരം അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോം സ്റ്റേകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. യാത്ര ചെയ്യുന്ന സ്ഥലത്തിന് അടുത്തുള്ള താമസ സൗകര്യം തിരഞ്ഞെടുക്കുക. സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പുവരുത്തുക. താമസ സ്ഥലത്തിന്റെ ശുചിത്വം ശ്രദ്ധിക്കുക. താമസിക്കുന്ന സ്ഥലത്തിന്റെ വിലയും സൗകര്യങ്ങളും താരതമ്യം ചെയ്യുക. കാഠ്മണ്ഡു നഗരം